ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് പാകിസ്ഥാന്റെ ഒരു വിജയാഘോഷമായിരുന്നു പ്രശാന്ത് സാർ. അവര് റോഡിലിറങ്ങുന്നു, റോഡിലിറങ്ങിയ ആളുകൾ കൂട്ടമായി ഇന്ത്യയെ തോൽപ്പിച്ചു എന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇന്ത്യ കാഫിറാണെന്ന രീതിയിൽ വീണ്ടും വീണ്ടും അവരിങ്ങനെ സിന്ദാബാദ് ഒക്കെ വിളിച്ച് റാലികളൊക്കെ ആയിട്ട് പോകുന്ന പ്രമുഖ ക്രിക്കറ്റ് താരം ഉൾപ്പെടെ റാലികളായിട്ടൊക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ കഥ മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യ എന്ത് പറഞ്ഞോ അവിടേക്ക് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ ആ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നടത്തി എന്ന് പറയുന്ന ഒരു ആക്രമണം അത് വെറുതെയാണെന്നും ഇന്ത്യ പറയുന്നത് കളവാണെന്നും പാകിസ്ഥാൻ വ്യക്തമായി മാധ്യമങ്ങളിലൂടെ അവരുടെ ട്വീറ്റിലൂടെ എക്സിലൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കള്ളങ്ങൾ ഓരോന്നായി പൊളിയുന്ന ഒരു കാഴ്ചയല്ലേ ഇന്നലെയും ഇന്നുമായി കണ്ടുവരുന്നത്. അതിപ്പം പാകിസ്ഥാന്റെ വെടിവെപ്പ് മൊത്തം പൊളിഞ്ഞു. നമ്മൾ ഈ വെടിവെപ്പ് എന്ന് പറഞ്ഞാല് രണ്ട് വെടിവെപ്പും പാകിസ്ഥാന്റെ പൊളിഞ്ഞു. ഒന്ന് യഥാർത്ഥത്തിലുള്ള വെടിവെച്ചതും പൊളിഞ്ഞു. രണ്ടാമത് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് വാഗുണ്ട് വെടിവെക്കും, വെടിയാ പറയുന്നത് അതും പൊളിഞ്ഞു. കാരണം പാകിസ്ഥാനിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ് പാകിസ്ഥാന്റെ അകത്തെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ്. അപ്പൊ ഇന്ത്യക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വലിയ വലിപ്പത്തിലുള്ള ഒരു രാജ്യമാണ്. ഇപ്പൊ ഈ വലിയ ആൾക്കാർക്ക് വളരെ കൂടുതലുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി ഇവരെ വളരെ പർപ്പസ്ഫുള്ളി, അവരുടെ ആഗ്രഹവും അത് തന്നെയാണ്, അതിനൊരു ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് അതിർത്തി 4 വെടിവെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഭീകരന്മാരെ കയറ്റിവിട്ട് അവിടെ ഇവിടെയും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കും. എന്നിട്ട് അത് അവിടെ പ്രചരിപ്പിക്കും, അവിടുത്തെ മാധ്യമങ്ങളിൽ കൂടിയും അവിടുത്തെ സോഴ്സിൽ കൂടിയൊക്കെ പ്രചരിപ്പിക്കും, ഇന്നതിനെ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആ ചെയ്തവന് വലിയൊരു ഇമേജാണ്. അപ്പൊ ഇതും അതുപോലെ ഈ അറ്റാക്കിന് ശേഷം പലവട്ടം പറയുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യും, തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ ഇവര് രഹസ്യമായിട്ട് പല രാജ്യങ്ങളിൽ ചെന്ന് പറയും, അയ്യോ കൊച്ചാട്ട അടിക്കില്ലേ എന്ന് പറയണേ, ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല, പ്രശ്നമാ, ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. റഷ്യ എടുത്ത് പോയി പറഞ്ഞു, ഇറാന്റെ അടുത്ത് പോയി പറഞ്ഞു, പറയാനില്ലാത്ത ആരുമില്ല, എല്ലായിടത്തും പോയി പറഞ്ഞു, അമേരിക്ക എടുത്ത് പോയി പറഞ്ഞു. ഇത് പരസ്യമായിട്ട് കണ്ടില്ലയോ? പ്രതിരോധ മന്ത്രിയും ഈ പറയുന്ന വിദേശകാര്യ മന്ത്രിയൊക്കെ പറഞ്ഞു, ഞങ്ങൾ അണുബോംബ് വിടും, ഞങ്ങൾ ആറ്റം ബോംബ് വിടും, ഞങ്ങൾ ഇവിടെ മൊത്തത്തിൽ നശിപ്പിക്കും, അതാ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വീമ്പിളക്കിൽ അവൻ വീമ്പിളക്കുന്നു, മന്ത്രിമാര് വീമ്പിളക്കുന്നു, അതുകൂടാതെ പ്രതിപക്ഷ പാർട്ടിയുടെ ആൾക്കാർ വീമ്പിളക്കുന്നു. എന്നിട്ട് ഇവന്മാരെല്ലാം കണ്ട പെണ്ണും പിള്ളയും പൊക്കണോ എല്ലാം എടുത്തുകൊണ്ട് ലണ്ടനിൽ പോകുന്നു, പട്ടാള മേധാവി കാണാതെ വരുന്നു. ഇതെല്ലാം കഴിഞ്ഞു, നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞു, നമ്മളെ തിരിച്ചടിച്ചിരിക്കും, ആര് പറഞ്ഞൊക്കെയും പറഞ്ഞു അടിക്കും, അടിച്ചു, തിരിച്ചടിച്ചു, ആദ്യം അടിച്ചിട്ട് പറഞ്ഞു അടി നിർത്തി, ഞങ്ങൾ അടിച്ചത് ഭീകരവാദികളെയാണ്, ടെററിസ്റ്റുകളെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തി, ഇനി നിങ്ങൾ തുടങ്ങരുത്, നിങ്ങൾ തുടങ്ങി, ഞങ്ങൾ തിരിച്ചടിച്ചു, ഒരു സിവിലിയൻസിനും കുഴപ്പമില്ല, നിങ്ങളുടെ സംവിധാനങ്ങൾക്കൊന്നും കുഴപ്പമില്ല, അപ്പൊ അതൊക്കെ തിരിച്ചടിച്ച്. കാരണം ഈ പറയുന്ന ഭീകരവാദികൾ എന്നൊക്കെ പറയുന്നവൻ അവിടുത്തെ ഈ പ്രധാനമന്ത്രിയൊക്കെ അവന്റെ പുറയിലേ ഉള്ളൂ. ആത്മീയ ആചാര്യന്മാരും മതത്തിന്റെ അകത്തെ വലിയ ആൾക്കാരും ഒക്കെ അവന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു, ഡ്രോൺ വന്നു, മിസൈൽ വന്നു, എല്ലാം വന്നു, നമ്മൾ പ്രതിരോധിച്ചു കൊണ്ടിരുന്നപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളെ ലക്ഷ്യം വെച്ചത് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങൾ, സിവിലിയൻസ് ഉള്ള സ്ഥലങ്ങൾ, നമ്മളുടെ തലസ്ഥാനം, നമ്മളുടെ സൈനിക താവളങ്ങൾ, നമ്മളുടെ വിമാനത്താവളങ്ങൾ എല്ലാം ലക്ഷ്യം വെച്ചപ്പോൾ ഈ രാജ്യം നമ്മൾ അവനോട് അവൻ കാണിക്കുന്ന മര്യാദ കേടിന് പോലും ഏറ്റവും മര്യാദയ്ക്ക് ഏറ്റവും മാന്യമായിട്ട് യുദ്ധത്തിനകത്ത് കാണിച്ചതും തിരിച്ചടി കൊടുത്തതിനും പിന്നെ അവൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാനാ വരുന്നേ. അപ്പൊ തിരിച്ചടി കൊടുത്തു. ഈ അവിടെ അവന്റെ യുദ്ധബേസുകൾ പോയി, സൈനിക താവളങ്ങൾ പോയി, അവന്റെ പ്രധാനമന്ത്രി ഇരിക്കുന്നതിന്റെ 20 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സൈനിക താവളത്തിൽ കയറി അടിച്ചു. ആറ്റം ബോംബ് വെച്ചിരിക്കുന്ന കിരാന ഹിൽസിന്റെ വാതിൽ രണ്ടും അടിച്ചു തകർത്തു. അതാരും പറയുന്നില്ലെന്നേ ഉള്ളൂ, പെട്ടെന്ന് നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ എല്ലാ രീതിയിലും ഈ യുദ്ധ സമയത്തും അൽ ജസീറയും അല്ലെങ്കിൽ ഈ റോയിറ്റേഴ്സും ഒക്കെ വലിയ അന്ന് ഈ പറയുന്ന പാകിസ്ഥാന്റെ കൂടെ പാകിസ്ഥാൻ പറയുന്നത് പോലെ ആര് പറയുന്നു? പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു, ആഭ്യന്തരമന്ത്രി പറയുന്നു, ഇന്ത്യയുടെ ഈ നമ്മുടെ ഉദംപൂർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഉദംപൂരിലെ മൊത്തം അടിച്ചു തകർത്തു, ഇന്ത്യൻ മിസൈലുകൾ ഇട്ടു, വലിയ വലിപ്പത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ന്യായമൊക്കെ പറഞ്ഞ് അന്നങ്ങ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ പ്രചരണം നടത്തിയ ഒരാളായിരുന്നു നമ്മുടെ സാമുവൽസൺ ഡാനിയൽ എന്നങ്ങാണ്ട് പറഞ്ഞ യൂട്യൂബറൊക്കെ.
അയാളെ അന്ന് നിരോധിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇതൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരുന്ന് നമ്മൾ ഓരോ ദിവസവും വന്നിട്ട് ഇല്ലേ നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുന്ന പോലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൊടുത്തു, നിങ്ങൾ പരിശോധിച്ചോളാൻ പറഞ്ഞു, എങ്ങനെയാ യുദ്ധം ചെയ്തത് എന്നതിനെ പറ്റിയൊക്കെ കൊടുത്തു. ഇത് ഓരോ ദിവസവും കഴിഞ്ഞപ്പോൾ ഇപ്പൊ അൽ ജസീറയ്ക്കായാലും റോയിറ്റേഴ്സിനായാലും ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസ് ഒക്കെ ഇപ്പൊ ഇന്നലെ വന്ന റിപ്പോർട്ടാണ്. ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞങ്ങൾ പരിശോധിച്ചു, ഇന്ത്യ പറഞ്ഞ ഈ നൂർഖാൻ ആക്രമണം നടന്നിട്ട് റഹിമിയ എന്ന് പറയുന്ന ബേസ് അടിച്ചു കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെ അവർ പറഞ്ഞത് കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തത വരുത്തിയപ്പോൾ ഇതെല്ലാം ശരിയാണ്. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞതൊന്നും ശരിയല്ല, പാകിസ്ഥാൻ പറഞ്ഞ നമ്മുടെ വ്യോമത്താവളങ്ങൾക്ക് ഒന്നും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ വ്യക്തത വരുത്തി പറയേണ്ട ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ പത്രത്തിന്റെ ക്രെഡിബിലിറ്റി ലോകത്തില്ലാതാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ കൊടുത്തത് അങ്ങനെ. അപ്പം ഈ റൂബിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെന്റഗന്റെ പണ്ടത്തെ പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാർത്തയിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാ മാധ്യമങ്ങളും വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇന്ത്യ തിരിച്ചടിച്ച് തരിപ്പണമാക്കി, ഒരു കാലത്തും അടുത്ത കാലത്തെങ്ങും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു, തകർന്നിരിക്കുന്നു. ഇന്ത്യ കാണിച്ചതെന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഇത്തരത്തിൽ ഒരു രാജ്യത്തെ തരിപ്പണമാക്കി പോകുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുത്തി പോകുന്ന ഒരു യുദ്ധമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ 67 ഞാൻ മുമ്പേ പറഞ്ഞു, 67 ഈ അറബിക് രാജ്യങ്ങളെല്ലാം കൂടെ, അതിന് ഈജിപ്റ്റ് ആയിരുന്നു നേതൃത്വം കൊടുത്തത്. ഈജിപ്റ്റ് ആയിരുന്നു ഏറ്റവും ശക്തൻ. ഇസ്രായേലിനെതിരെ അടിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു, ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു. ആ 6 ദിവസം കൊണ്ട് ഇത്രയും രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു യുദ്ധമാണ്. അപ്പൊ അന്ന് അതിനെ മറികടന്ന് ഇപ്പൊ അതിന്റെ നമ്മൾ ഇസ്രായേലിന്റെ റെക്കോർഡ് മറിയുന്ന ഈ സെഞ്ചുറി ഒക്കെ അടിക്കുമ്പോൾ നമ്മുടെ ക്രിക്കറ്റിലൊക്കെ ഇപ്പം കഴിഞ്ഞ കോഹ്ലിയുടെ സെഞ്ചുറി അല്ലെങ്കിൽ ഗവാസ്കറിന്റെ സെഞ്ചുറി കോഹ്ലി മറികടന്ന്, എനിക്ക് പറഞ്ഞ പേര് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല ഈ കളിക്കുന്നവരെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ മറികടന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 ദിവസം കൊണ്ട് ലോകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ 2 വലിയ പ്രബലമായ രാജ്യങ്ങളുടെ യുദ്ധം ഇപ്പൊ 4 ദിവസം കൊണ്ട്. മാത്രമല്ല ഈ പറയുന്ന ലോകത്ത് ഇപ്പൊ നടക്കുന്ന ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. 2 രാജ്യവും ആണവ ശക്തികളാണ്. വേറെ ഒരു യുദ്ധവും അങ്ങനെ ഇപ്പൊ നടക്കുന്നില്ല. ഇറാൻ ആണവ ശക്തി ആണെന്ന് കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ ഇതുവരെ ഇറാനെ ആക്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ യുക്രൈൻ, റഷ്യ, ഒന്ന് ആണവശക്തി ഒന്ന് ആണവശക്തിയല്ല. ഇത് 2 ആണവശക്തി. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നീ ഇത് കാണിച്ച് നമ്മളെ പേടിപ്പിക്കരുത്. പ്രധാനമന്ത്രി പറഞ്ഞു, നീ ഇനി ആണവായുധം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ കയറി ചുമ്മാ ചൊറിയാനും മാന്താനും നിൽക്കരുത്. പരസ്യമായിട്ട് പറഞ്ഞില്ല. അത് ചുമ്മാതെ ഇവിടെ ഇതൊന്നും വില പോകത്തില്ല, ഇവിടെ ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ഇന്നലെ ട്രംപ് പറഞ്ഞു അടുത്ത ഘട്ടം ഇത് കഴിഞ്ഞാണെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ വേറെ രീതിയിലൊക്കെയുള്ള മിസൈൽ ഉപയോഗിക്കുമായിരുന്ന ട്രംപ് ഇന്നലെ പറഞ്ഞത്. ട്രംപ് പറഞ്ഞ വേറെ രീതിയിലുള്ള മിസൈൽ ഉപയോഗിക്കണം. പണ്ടില്ലേ വലിയ ഒരു ഫയൽമാൻ പറഞ്ഞതുപോലെ, ഫയൽമാൻ എല്ലായിടത്തും പറയും ഞാൻ എല്ലാത്തിനും അടിച്ച് നിലത്തിലും അല്ലെങ്കിൽ ലോകം മൊത്തം എന്റെ കീഴിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫയൽമാൻ അടിയും കൊണ്ട് വീട്ടിൽ ചെന്ന് പെണ്ണുമ്പിള്ള വെച്ച് എന്താ പറ്റാത്ത അടി മേടിച്ച് വല്ലാതിരിക്കുന്നില്ലേ, ദേഹം മൊത്തം നീരും പാടും ഒക്കെ ഉണ്ടല്ലോ, എന്റെ പൊന്നു പെണ്ണുമ്പിള്ളയെ അവന്മാരെന്നെ നിലത്ത് നിർത്തണ്ടേ ചവിടെടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ മിസൈൽ ഇങ്ങോട്ട് പരീക്ഷിക്കണമെങ്കിൽ അതിന് മിസൈൽ പരീക്ഷിക്കാൻ ബേസുകൾ വേണ്ടേ, വിമാനങ്ങൾ വേണ്ടേ, സംവിധാനങ്ങൾ വേണ്ടേ? അതൊക്കെ ട്രംപെ നമ്മൾ അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പം ഇപ്പൊ ലോകം മൊത്തവും പറഞ്ഞു തുടങ്ങി ഇന്ത്യ ജയിച്ചു, പാക് പൊട്ടിച്ചത് വെടിയാണ്. അപ്പം പാക് പൊട്ടിച്ച വെടിക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്ക എന്ന് വേണം കരുതാൻ. കാരണം അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും പ്രതിരോധ സംവിധാനം പെന്റഗൺ ഉദ്യോഗസ്ഥന്മാരും ന്യൂയോർക്ക് ടൈംസും ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ അൽ ജസീറ ഉൾപ്പെടെ ഇവരുടെ പാകിസ്ഥാന്റെ യുദ്ധം ജയിപ്പിക്കാനെന്ന് അൽ ജസീറ ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. യുദ്ധം നടന്നു, പാകിസ്ഥാൻ പറഞ്ഞത് പച്ചക്കള്ളം, പാകിസ്ഥാൻ വെടിവെച്ചു, 2 വെടിയും ചീറ്റിപ്പോയി, ഇന്ത്യ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്, പരിശോധിച്ച് വ്യക്തത വരുത്തിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. യെസ്, അതാണ് പാകിസ്ഥാന്റെ എല്ലാ വാദങ്ങളും പൊളിയുന്നു എന്നുള്ളതാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ എങ്ങനെ നേരിട്ടു എന്ന് ഇതാ ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന കാഴ്ച. പാകിസ്ഥാൻ പറഞ്ഞ നുണകളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. ട്രംപിന്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ട്രംപിന്റെ ഒരു ആഹ്വാനത്തിലാണ് ഇന്ത്യ ഇതൊക്കെ അവസാനിപ്പിച്ചത് എന്ന വാദങ്ങളും പൊളിയുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും. അതാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമാകുന്നതിന്റെ ഉൾപ്പെടെ കാരണങ്ങൾ എന്ന് കൂടി വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.